ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ അനീഷിന് റണ്ണറപ്പ് ആയിരുന്ന സമയത്ത് മൈജിയുടെ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ ഹോം അപ്ലയൻസും ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു സംഭവം ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുള്ളിക്കാരന് സ്റ്റോക്കൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു സമ്മാനങ്ങളെല്ലാം കൊടുക്കും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും മൈജിയുടെ 20th ആനിവേഴ്സറി സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അനീഷിനെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതിൽ 2 lakhs അടുപ്പിച്ച് വില വരുന്ന ഒരു മൊബൈൽ ഫോണും കൂട്ടത്തിലൊരു ബ്ലൂടൂത്ത് സ്പീക്കറും കൊടുക്കുകയുണ്ടായി. ഇന്നലെയായിരുന്നു ആ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഈ സമയത്ത് കുറേ ആൾക്കാർ മീഡിയയിൽ നിന്നാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ കൂട്ടം കൂടി നിൽപ്പുണ്ട്. എന്നിട്ട് പുള്ളിക്കാരോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും പുള്ളിക്കാരൻ ഉത്തരം പറയുന്നില്ല. വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ ഉത്തരങ്ങൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനെ ചൊല്ലി കുറേ നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. എന്ത് കാര്യത്തിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും ചോദിച്ചാൽ വാതുറന്ന് സംസാരിച്ചുകൂടെ, ഇങ്ങനെ മിണ്ടാതെ പോകുന്ന എന്തിനാണ്, എന്തൊരു ജാടയാണ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ പറയണം തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മീഡിയയാണ്. മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മീഡിയ. അപ്പോൾ വളരെയധികം സൂക്ഷിച്ചും കണ്ടും മാത്രമേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ചക്ക എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാങ്ങ എന്നാക്കുന്ന തരത്തിലാണ് ഇവരുടെ തമ്പനയിലും ഹൈലൈറ്റ്സും ഒക്കെ വരിക. അപ്പോൾ അത് വളരെയധികം സൂക്ഷിച്ചും കണ്ട് മാത്രമേ ഉത്തരം കൊടുക്കാൻ പാടുള്ളൂ, പ്രത്യേകിച്ചും പോപ്പുലറായിട്ട് നിൽക്കുന്ന വ്യക്തികൾ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. ആദ്യമേ നല്ല കാര്യത്തിൽ ആ സുഖമാണോ എന്നൊക്കെ ചോദിക്കും, എന്നിട്ട് നെക്സ്റ്റ് സെക്കൻഡിൽ ചോദിക്കാൻ പോകുന്നത് വേറെ പലതുമായിരിക്കും. സോ അനീഷിന് അത്യാവശ്യം ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ ഇതിൽ പോയി പെടത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവായുള്ളൊരു ഫീഡ്ബാക്ക് എടുത്തിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അനീഷിനെ കണക്കാക്കുന്നത്. അത് ബുദ്ധിയുള്ള ആൾക്കാരുടെ ലക്ഷണമാണ്. അപ്പോൾ അതാകുമ്പോൾ കൂടുതൽ നെഗറ്റീവ്സ് വരാതെ പുള്ളിക്ക് നോക്കാൻ പറ്റും. അനീഷ് ബിഗ് ബോസിൽ ഇറങ്ങി വന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ നാട്ടിൽ കോടന്നൂരിൽ സ്വീകരണം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പിള്ളേർ സെറ്റൊക്കെയാണെന്ന് തോന്നുന്നു. അവിടെ എന്നിട്ട് അനീഷിനോട് ഇങ്ങനെ ഡയലോഗ് പറയൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ബിഗ് ബോസിൽ ഹിറ്റാക്കിയിട്ടുള്ള 2-3 ഡയലോഗുകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പാത്രം കഴുകട, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, സുപ്രഭാതം, ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അനീഷിൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ബിഗ് ബോസിൽ കണ്ടത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, പുള്ളിക്കാരൻ എല്ലാത്തിനൊന്നും മറുപടി കൊടുക്കത്തില്ല, പക്ഷേ പറയുന്ന കാര്യം 10 വട്ടം റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രശ്നം പുള്ളിക്കാരനുണ്ട്. അത് ചില സമയത്തൊരു പ്രശ്നം തന്നെയാണ്. പുള്ളിക്കാരനും സ്വയം അതറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ ദിവസം പുള്ളിക്കാരൻ ആക്ച്വലി കുറേ നെഗറ്റീവ് കമൻസും ഒപ്പം പോസിറ്റീവ് കമൻസും വരുന്നുണ്ടായി. നെഗറ്റീവ് കമൻസിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നത് എന്ത് കാര്യത്തിലാണ് ഇങ്ങനെ നടന്ന് പിന്നെയും ഈ റിപ്പീറ്റഡ് ഡയലോഗ് പറഞ്ഞ് ആ പറഞ്ഞ ഡയലോഗിന്റെ വാല്യൂ കൂടെ ഇല്ലാതാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പോസിറ്റീവ് കമൻസിൽ പറയുന്നത് അത് അവർ ആവശ്യപ്പെട്ടിട്ടല്ലേ പറയുന്നത്, അല്ലാതെ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സീസൺ 4 റോബിൻ പുറത്തിറങ്ങിയതിന് ശേഷം ഇങ്ങനെയാണെന്ന് ബഹളം വെച്ചുകൊണ്ട് നടന്നതിനൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒറ്റ ദിവസം മാത്രമേ ആ ഒരു സംഭവം നമ്മൾ കണ്ടുള്ളൂ. അടുത്ത ദിവസം മുതൽ അനീഷിന്റെ ഓരോ സ്വീകരണത്തിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഒരു വളരെ മിതമായിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ എന്താണോ ആവശ്യം ആ ഒരു കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഈ ഡയലോഗുകൾ പിന്നെയും എവിടെയും പോയി കിടന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരൻ ഈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം വളരെയധികം ശ്രദ്ധിച്ച് എടുക്കുന്നൊരു വ്യക്തിയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയത്തും മാധ്യമപ്രവർത്തകർ ഇത്രയും അധികം കിടന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പുള്ളിക്കാരൻ ഒറ്റ അക്ഷരം വിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പോൾ അന്നും പറയുന്നത് കേട്ടോ എല്ലാവരും, എന്താണ് ഇത് മിണ്ടിക്കൂടെ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിണ്ടിയാ പറയും ഓവറായിട്ട് മിണ്ടുന്നു, മിണ്ടിയില്ലെങ്കിൽ പറയും മിണ്ടിക്കൂടെ. ഇത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ സ്വന്തമായി എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ള കാര്യത്തിന് മാത്രം വാതുറക്കുന്നതായിരിക്കും അനീഷിന് നല്ലത്. കാരണം വല്ലതൊക്കെ മിണ്ടി ഇപ്പോൾ ഉള്ളൊരു ഫെയിം ഇല്ലാതാക്കുന്നതിനേക്കാളും ഭേദമാണ് മിണ്ടാതിരിക്കുന്നത്. അതാണ് സത്യം. ഇന്നത്തെ കാലത്ത് ഓൺലൈൻ മീഡിയയ്ക്ക് നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ബൈറ്റ് അവർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രശ്നം. പ്രത്യേകിച്ചും കുറച്ച് പോപ്പുലാരിറ്റി ഉള്ള ആൾക്കാർ. അപ്പോൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഫെയിം എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ കരിയറിൽ തന്നെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഇത്രയും അധികം ആൾക്കാർ പുള്ളിക്കാരനെ തിരിച്ചറിഞ്ഞത് അതുവഴിയാണ്. അപ്പോൾ അത് വളരെയധികം സൂക്ഷിച്ചും കണ്ടും യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും അനീഷിന് നല്ലത്. അപ്പോൾ അനീഷിന് കുറച്ച് ബുദ്ധി ഉള്ളതുകൊണ്ട് അത് ആ രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുകയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എയർപോർട്ടിൽ വന്നിറങ്ങി ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്വീകരണ സമയത്ത് മാത്രമാണ് പുള്ളിക്കാരൻ ഈ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് തന്നെ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാതെ വരുന്നു. ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ കുറേ ആൾക്കാർ അതിനെ നെഗറ്റീവ് പറയുന്നു എന്നുള്ളത് കണ്ടതുകൊണ്ട് തന്നെ ആവാം. പിന്നീട് അതിനുശേഷം പുള്ളിക്കാരൻ ഡയലോഗ് എവിടെയും പറയാൻ പോയിട്ടില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും വളരെയധികം ശ്രദ്ധിച്ചും കണ്ടും പറയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്താൽ മനസ്സിലാവും, ബിഗ് ബോസിൽ വന്ന സമയത്തും ആദ്യത്തെ 2 ആഴ്ച പുള്ളിക്കാരൻ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 2ാമത്തെ ആഴ്ച ഷാനവാസ് ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഒരു റാങ്കിങ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് പുള്ളിക്കാരൻ്റെ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അരോചകമായിട്ട് നമുക്ക് പലർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. അന്നൊക്കെ അനീഷിനോട് നമുക്കൊരു താല്പര്യമേ ഇല്ല. ഇത് എന്താണ് ഈ പുള്ളിക്കാരൻ കിടന്ന് ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്, അല്ലേ? അതെ, നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു അരോചകതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുപിടിക്കുന്ന പ്രേക്ഷകർ പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ് അനീഷ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനീഷിനെ തന്നെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കാണ് അനീഷിന് മനസ്സിലായത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇത് നെഗറ്റീവായിട്ട് പുറത്ത് പോകത്തുള്ളൂ. കാരണം അത് നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണല്ലോ. പുള്ളിക്കാരൻ ശരിയെന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്, അത് അങ്ങനെയല്ല, അതിൻ്റെ തെറ്റായിട്ടൊരു വശമാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിനുശേഷം അനീഷ് നല്ല രീതിയിൽ ഗെയിം മാറ്റിയിട്ടുണ്ട്. പിന്നീടാണ് നമുക്ക് അനീഷിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി എവിടെ എങ്ങനെ നിൽക്കണം എന്ന് അനീഷിന് നല്ലതുപോലെ അറിയാം. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പിന്നെ അവിടെ കിടന്ന് ഈ അഴകുഴമ്പം പരിപാടി കാണിക്കത്തില്ല. അതാണ് അനീഷിന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അനീഷ് തീർച്ചയായിട്ടും ഇന്നലെ മിണ്ടാതിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാവുന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അനീഷിന് ഇപ്പോൾ കിട്ടിയ ഫെയിം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനീഷ് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിനിമയിൽ കയറണം അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കാൻ പോകണം, ഇതൊന്നും അല്ല പുള്ളിക്കാരൻ്റെ ആവശ്യം. പുള്ളിക്കാരൻ ഒരു ഫീൽഡ് ഉണ്ട്, എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരൻ മുമ്പ് എഴുതിയ പുസ്തകത്തിന് തന്നെ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളോട്ടൊക്കെ മുമ്പോട്ട് പോകണം. കൂടാതെ കുറച്ചധികം നല്ല ഫെയിം പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നതിലൊക്കെ പുള്ളിക്കാരൻ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന
ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്, നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരൻ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ കിട്ടിയ ഫെയിമിനെ നശിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകത്തില്ല. അതിലും ഭേദമല്ലേ ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്നത്. ഒന്നും മിണ്ടാതിരുന്നെന്ന് പറഞ്ഞാൽ ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഓൺലൈൻ മീഡിയയ്ക്ക് ചിലപ്പോൾ വിഷമം വന്നെന്ന് വരാം. അവർ കുറേ ക്വസ്റ്റൻസ് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ വായിന്ന് വീണിട്ട് വേണം അതെടുത്ത് വെച്ച് തമ്പനയിൽ കൊടുത്ത് ഒരു വീഡിയോ അങ്ങ് ഇറക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ വായിനൊന്നും വീഴുന്നില്ല. അത് പുള്ളിക്കാരൻ്റെ വിവേകം. ഇവർക്ക് മറുപടി കൊടുക്കാതിരുന്നാലും അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ അനീഷിനെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഈ ഓൺലൈൻ മീഡിയയ്ക്ക് മറുപടി കൊടുത്ത് ഉള്ള ഇഷ്ടം കളയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അനീഷിനെ തോന്നിക്കാണും. പിന്നെ അല്ലാതെ ഞാൻ പറയുന്ന അനീഷിന് ഇന്റർവ്യൂ പോലും കൊടുക്കരുതെന്നാണ്. ബിഗ് ബോസിന് ഇറങ്ങുമ്പോൾ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 1 ലക്ഷം തരാം 2 ലക്ഷം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിരിക്കും. പക്ഷേ വളരെയധികം സൂക്ഷിച്ചും കണ്ടും പ്രിപ്പയർഡ് ആയിട്ട് മാത്രമേ ഇന്റർവ്യൂവിനൊക്കെ പോയിരുന്നാൽ പോലും സംസാരിക്കാവൂ. കാരണം അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ ആ രീതിയിലുള്ളതാണ്. എല്ലാവരും നല്ല രീതിയിൽ അനീഷിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാനിരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല. അതിൽ ഭൂരിഭാഗം ഓൺലൈൻ മീഡിയാസും സ്വന്തം ലാഭേച്ഛയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ചെന്ന് നിൽക്കുന്ന ഈ ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്ന സോ കോൾഡ് പീപ്പിൾ ഉണ്ടല്ലോ. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ അനീഷിനോട് മൈജീനെ സംബന്ധിച്ച് ചോദിക്കുന്ന അനീഷ് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പോയി ചോദിക്കുന്നത് അനുമോൾ വിളിച്ചിരുന്നു, അനുമോൾ എന്ത് പറയുന്നു, 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ അനുമോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് എടുത്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊക്കെ രീതിയിൽ പുള്ളിനെ അൺകംഫർട്ടബിൾ ആക്കാമോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ഇവിടെ മൈജിയിൽ പോയി പുള്ളിക്കാരൻ സമ്മാനം വാങ്ങാൻ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ അവിടെ പോയി അനീഷിന്റെ പേഴ്സണൽ കാര്യങ്ങൾ, ആരൊക്കെ ഫോൺ വിളിച്ചു, എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് അറിയാൻ ഇത്രയ്ക്ക് ആഗ്രഹം. കാരണം അവർക്കറിയാം ഇതൊക്കെയാണ് ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം എന്ന്. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഒരാളുടെ കംഫർട്ട് സോണിന് മേളിൽ കയറി ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹരമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷ സീസണിലെ ജാസ്മിൻ്റെ കാര്യം നിങ്ങൾ എടുത്ത് നോക്കണം. പുള്ളിക്കാരത്തി ബിഗ് ബോസ് ഹൗസിൽ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിനെ കുറിച്ച് ഇനി പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ വരെ വിളിച്ചു പോയി ഓൺലൈൻ മീഡിയാസ്. പുള്ളിക്കാരത്തി പുറത്തിറങ്ങുമ്പോൾ ഇപ്പോൾ ഇന്റർവ്യൂ അങ്ങ് എടുത്ത് കളയാം എന്ന് കരുതിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരുന്നു. പക്ഷേ പുറത്തിറങ്ങി ഇതെല്ലാം അറിയുന്ന ജാസ്മിൻ ഇന്റർവ്യൂ എടുക്കാൻ പോവുകയാണോ? എന്തിന് വെളിയിൽ വെച്ച് കാണുന്ന സമയത്ത് ഒരു ബൈറ്റ് പോലും പുള്ളിക്കാരത്തി കൊടുത്തിട്ടില്ല. എന്നെക്കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നില്ല, നിങ്ങൾക്ക് ഞാൻ ഇനി ബൈറ്റ് തരണോ എന്നാണ് ജാസ്മിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അറിവിൽ ഒരൊറ്റ ആൾക്ക് മാത്രമേ ജാസ്മിൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ രജനീഷ് എന്ന് പറയുന്ന മാതൃകാപരമായി ഇന്റർവ്യൂ നടത്തുന്ന ഒരു വ്യക്തിക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സത്യം. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ എങ്ങനെ കംഫർട്ടബിൾ ആക്കി ഇന്റർവ്യൂ കൊടുക്കണം, അൺകംഫർട്ടബിൾ ആക്കാതെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ടും വെടിപ്പായിട്ടും അറിയാവുന്ന ഒരു ഇന്റർവ്യൂറാണ്. ഇപ്പോൾ ഈ അനീഷ് ആയാലും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഇന്റർവ്യൂ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ഫെയിം മുഴുവൻ ഇവർ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പിച്ച് ചീന്തി ഇല്ലാതാക്കി നശിപ്പിച്ച് കളയും കേട്ടോ. കാരണം അവർക്ക് വേണ്ടുന്നത് എന്തെങ്കിലും എന്താ പറയുക കൊനിഷ്ഠ ചോദ്യങ്ങൾക്കുള്ള കൊനിഷ്ഠ ഉത്തരങ്ങളായിരിക്കും. അപ്പോൾ അതായിരിക്കും അവർ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ഓങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യമേ കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഒരു പടക്കം എടുത്തങ്ങ് പൊട്ടിച്ച് കളയും. അതാണ് ഇവരുടെയൊക്കെ മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ട് ഇതുപോലത്തെ ചോദ്യത്തിനൊന്നും ഉത്തരം അനീഷ് കൊടുത്തില്ല എന്നുള്ളതിന് എനിക്ക് ഒരു പ്രസക്തിയും തോന്നുന്നില്ല. കൊടുക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും കൊടുക്കരുത്. എന്തിനാണ് അനീഷ് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ഫെയിം ഒറ്റയടിക്ക് വല്ലവർക്കും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്? അവരെ സംബന്ധിച്ച് ഇതൊരു മാർക്കറ്റിംഗ് ആയിരിക്കും. അവർ ലക്ഷക്കണക്കിന് രൂപ തരാം അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അവർ കൊടുക്കുന്നതിനെക്കാട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റോടെ പുള്ളിക്കാരൻ ഓൾറെഡി കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇവരുടെ ലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫെയിം കൊണ്ടിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? അതിന് യാതൊരു ആവശ്യമില്ല. ആ ഒരു ചോദ്യത്തിനേ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് പുള്ളിക്കാരനെ ഇപ്പോൾ ഇന്റർവ്യൂ വിളിച്ചിരുത്തിയിട്ട് ഇതൊക്കെ ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അവിടെ പോയിട്ട് അനുമോളോട് ഇഷ്ടം പറഞ്ഞതുള്ളതാണോ, നിങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് പക്ക ഗെയിം തന്നെയല്ലേ, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അതൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പുള്ളിക്കാരൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്ന് എക്സ്പോസ് ആക്കാനുള്ള ആഗ്രഹം മനസ്സിലായല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിച്ച് മാക്സിമം ഹേറ്റ് പുള്ളിക്കാരനെ മേടിച്ച് കൊടുക്കും ഇവർ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുള്ളൊരു മുന്നോടി എന്നുള്ള രീതിയിൽ ഇതുപോലെ പുള്ളിക്കാരൻ എവിടെയൊക്കെ പോകുന്നു അതിന് പുറകെ മയക്കം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എയർപോർട്ടിൽ വെച്ച് ചോദിക്കുന്ന കേട്ടു, ഞങ്ങൾക്ക് അനീഷിന് വേണ്ടി വോട്ട് ചെയ്ത പ്രേക്ഷകരല്ലേ, ഒരു വാക്കെങ്കിലും മിണ്ടിക്കളയോ. ഞാനൊരു കാര്യം പറയട്ടെ, സത്യം പറഞ്ഞാൽ അനീഷിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പം ഏതൊരു കണ്ടസ്റ്റന്റിനായാലും ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാളോട് പോയി ഇങ്ങനത്തെ വർത്തമാനം സംസാരിക്കത്തില്ല, സത്യമായിട്ട് സംസാരിക്കത്തില്ല. നമ്മൾ അയാൾക്ക് ഹേറ്റ് മേടിച്ചു കൊടുക്കാൻ നോക്കൂ. ഇപ്പോൾ എനിക്കൊരാൾ ഇഷ്ടമാണ്, ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് നെവിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി നെവിനോട് സംസാരിച്ചിട്ട് പുള്ളിക്കാരൻ മറുപടി തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി നെവിനെ ഹേറ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുമോ? ഒരിക്കലും. നമുക്ക് ഇഷ്ടം തോന്നുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ ഗെയിമിനോടാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനാണ് അവർക്ക് ഹേറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത്? ശരിക്കും വോട്ട് കൊടുത്തൊരു പ്രേക്ഷകനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിരുന്നു വിളിച്ചോളൂ, ഞങ്ങൾ വോട്ട് വന്നു, നിങ്ങൾ സംസാരിക്കും. അങ്ങനെയൊന്നുമല്ല. അതും അയാൾ കപ്പ് കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്ന സമയത്ത് അത് കിട്ടാതെ തിരിച്ച് വിഷമിച്ച് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോയി അയാളോട് സംസാരിക്കാൻ ഒരു ശരിക്കും ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ഇവിടെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അനീഷ് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ സ്വഭാവം വെച്ചിട്ട് പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോയേക്കാം. പക്ഷേ പുള്ളിയുടെ അനിയനുണ്ടല്ലോ, ആ ഒരു മനുഷ്യൻ ഇങ്ങനെ കൂടെ നടക്കുകയാണ്, പുള്ളിക്കാരൻ്റെ കൂടെ. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ അനീഷിനെ പിടിച്ചോണ്ടൊക്കെ മാറുന്നുണ്ട്. ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ ഈ അനീഷിൻ്റെ ബ്രദർ. അപ്പോൾ അനീഷ് എന്തെങ്കിലും ഓവറായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനും നെഗറ്റീവ് പറയാൻ കുറേ ആൾക്കാർ ഇറങ്ങും. അതുപോലെ തന്നെ അനീഷ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അതിനും നെഗറ്റീവ് പറയാൻ ആൾക്കാർ ഇറങ്ങും. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അനീഷ് വിട്ടു പറയുന്നത് വരെ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അനീഷിനോടുള്ള ഇഷ്ടം കളയത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ നിൽക്കാതെ അനീഷ് ഇതേപോലെ രജനീഷിന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ക്യൂ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അവിടെ ഇരിക്കുന്ന ആങ്കർമാരും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത്തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇന്റർവ്യൂവേഴ്സിന് ഇന്റർവ്യൂ കൊടുക്കുക. അല്ലാതെ ബാക്കിയുള്ള കുറേ ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ കളിപ്പാവായിട്ട് നിന്ന് കൊടുക്കാത്ത തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. അനീഷിന്റെ ഫാൻസ് എന്താ പറയുന്നത് കേൾക്കട്ടെ, കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്, ബൈ.